രാജ്യത്തെ ഞെട്ടിച്ച കൊൽക്കത്ത ആർജികർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലയിൽ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരൻ. 31-കാരിയെ PG വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി കുറ്റക്കാരെന്ന് കൊൽക്കത്ത സിയാൽദ കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. അതിക്രൂരമായ ബലാത്സംഗ കൊലപാതകത്തിൽ 1 വർഷം തികയും മുമ്പ് തന്നെ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി വിധിയിലേക്ക് നീങ്ങുന്ന ഒരു വലിയ ആശ്വാസകരമായ ദിനം കൂടിയാകുന്നു. ഇന്ന് ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ചെയ്യുന്നു. ബൽറാം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു പോലീസ് അന്വേഷണത്തിൽ വരുത്തിയ ഗുരുതര പാകപ്പിഴവുകൾ ഈ ക്രൈം സ്പോട്ടിലേക്ക് അടക്കം ട്രസ്പാസിംഗ്, അതായത് അനധികൃതമായ ആളുകൾ കടന്നു കയറിയ സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിലും കേസിൽ സഞ്ജയ് റോയ്ക്കുള്ള കുരുക്ക് മുറുക്കാൻ സഞ്ജയ് റോയിയെ പ്രതിയാക്കുന്ന രീതിയിലുള്ള കടുത്ത തെളിവുകൾ അതെങ്ങനെ ലഭ്യമായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിർണായകമായത് ഫോറൻസിക് പരിശോധനാ ഫലങ്ങളാണെന്ന് മനസ്സിലാക്കുന്നു. അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ? സുഹൈൽ, ഈ കേസിൽ കേസ് രജിസ്റ്റർ ചെയ്ത് തൊട്ടടുത്ത ദിവസം പ്രതി സഞ്ജയ് റോയെ അറസ്റ്റ് ചെയ്തു എന്നതൊഴിച്ചാൽ കൊൽക്കത്ത പോലീസിന്റെ ഭാഗത്തു നിന്നും ഒട്ടേറെ പാകപ്പിഴകൾ, പതിവില്ലാത്ത രീതിയിലുള്ള ഇടപെടലുകൾ, നടപടികൾ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആദ്യ ഘട്ടം മുതൽ തന്നെ. അതിൽ പ്രത്യേകിച്ചും സാധൂകരിക്കുന്നതാണ് ഈ കേസ്. ആദ്യഘട്ടത്തിൽ ഈ കേസ് അന്വേഷണം ഉണ്ടായിരുന്ന സ്റ്റേഷനിലെ SHO തന്നെ പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത്. കൂടാതെ പോലീസിന് വേണ്ടി നൽകിയിരുന്ന കൊൽക്കത്ത പോലീസ് കമ്മീഷണറുടെ പേരിൽ വാങ്ങിയ ബൈക്കുകളിൽ ഒന്നിലായിരുന്നു പ്രതിയായ സഞ്ജയ് റോയ് സ്ഥിരമായി സഞ്ചരിച്ചിരുന്നത്, അയാൾ ഉപയോഗിച്ചിരുന്നത് എന്നതും പോലീസും പ്രതിയുമായി മുൻ ബന്ധമുണ്ടായിരുന്നു, അടുത്ത ബന്ധമുണ്ട് എന്നതിന്റെ തെളിവുകളായി പുറത്തു വന്നതാണ്. ഒപ്പം തന്നെ ഈ കേസിൽ പ്രതിയിലേക്ക് എത്തുന്ന ശാസ്ത്രീയമായ തെളിവുകൾ, CCTV ദൃശ്യങ്ങൾ, രാസപരിശോധനാ ഫലങ്ങൾ, ഒപ്പം തന്നെ സാക്ഷിമൊഴികൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ ഈ കേസിലേക്ക് പ്രതിയിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ഈ പ്രതി ഉപയോഗിച്ചിരുന്ന ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വഴിയാണ് പ്രതി എന്ന സംശയത്തിലേക്ക് സഞ്ജയ് റോയ് എത്തുന്നതും അതിനുള്ള പ്രാഥമിക തെളിവുകൾ ലഭിക്കുന്നതും തുടർന്ന് നടത്തിയ ശാസ്ത്രീയ പരിശോധനകൾ, രാസഫലങ്ങൾ എല്ലാം തന്നെ സഞ്ജയ് റോയ് തന്നെയാണ് പ്രതി എന്നും ഇയാൾ ഒരു പ്രതി മാത്രമാണ് ഈ കേസിൽ ഉള്ളത് എന്നും തെളിയിക്കുന്നതായിരുന്നു എന്നാണ് CBI വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ സാക്ഷിമൊഴികളും ഇത് സാധൂകരിക്കുന്നത് തന്നെയാണ്. ഈ ആശുപത്രിയിലേക്ക് ഹ്യൂമൻ അനാട്ടമിയും ഹ്യൂമൻ ബയോളജിയും ഒക്കെ പഠിച്ച ഒരു പാവം ഡോക്ടറാണ്. പക്ഷെ ഒരു മനുഷ്യൻ എത്രത്തോളം ക്രൂരനാകുമെന്നറിയാൻ ആ പാവത്തിനായില്ല. അതിക്രൂരമായി ഒരു റെസിഡന്റ് ഡോക്ടറെ, ജൂനിയർ റെസിഡന്റ് ഡോക്ടറെ, തന്റെ കരിയറിലേക്ക് ചുവടുവെച്ചൊരു ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ പ്രതി കുറ്റക്കാരന് നിർണായകമായ വിധി വരുന്ന മണിക്കൂറാണ്. പ്രതിയുടെ ശിക്ഷാവിധി തിങ്കളാഴ്ച ഉണ്ടാകും. ജീവപര്യന്തമോ വധശിക്ഷയോ എന്നത് മാത്രമാണ് അറിയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചുമത്തിയ 3 തെളിവുകളാണുള്ളത്. കൊലപാതകം, ബലാത്സംഗം, ഒപ്പം മരണം സംഭവിക്കാവുന്ന രീതിയിൽ പരിക്കേൽപ്പിക്കൽ. ഈ 3 കുറ്റങ്ങളും തെളിഞ്ഞിരിക്കുന്നു. ഇനി ശിക്ഷാവിധി തിങ്കളാഴ്ച.